ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഒരു പഴയ പെൻ സ്റ്റാൻഡ് നമ്മൾ അടിപൊളിയാക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഈ ഒരു പെൻ സ്റ്റാൻഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആകെ കളറൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ വൈറ്റ് ബേസ് കോട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. നമ്മൾ അക്രിലിക് കളർ വെച്ചിട്ട് നല്ല രീതിക്ക് ബേസ് കോട്ട് അടിച്ചു കൊടുക്കുക. ഒരു 2 to 3 കോട്ട്സ് നല്ല രീതിക്ക് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഓരോ ലെയറും നല്ല രീതിക്ക് ഡ്രൈ ആയിട്ട് വേണം നമ്മൾ അടുത്ത ലെയർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ആകെ കുളമായി പോവും. എന്നിട്ട് അകത്തെ ഇൻറ്റീരിയർ പോർഷനും നല്ല രീതിക്കൊന്ന് വൈറ്റ് കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് കളറിങ്ങിലേക്ക് വരാം. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ റെഡ് കളറാണ് കൊടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ചെറിയ എമൗണ്ട് യെല്ലോ പെയിൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തേർഡ് ആയപ്പോഴത്തേക്ക് കുറച്ചും കൂടെ യെല്ലോയിൻ്റെ എമൗണ്ട് കൂട്ടി കൊടുത്തേക്കുവാണ്. പിന്നെ അങ്ങോട്ടെല്ലാം യെല്ലോയിൻ്റെ എമൗണ്ട് കൂട്ടി ഞാൻ ആ ഒരു കളറിൻ്റെ ഒരു എഫക്റ്റ്, അതായത് ഗ്രേഡിയൻ്റ് പോലെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. നമ്മൾ ഒരെണ്ണം അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് 2-3 തവണ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡ്രൈ ആയിട്ട് നല്ലൊരു ഷൈനിങ് ആയിരിക്കും അത് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ പോർഷനിലും കളർ എത്തിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വൈറ്റോ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് പറ്റുവാണെങ്കിലും ആ ഒരു ഭംഗി വരില്ല. അപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫുള്ളൊരു കളർ ഗ്രേഡിൻ്റെ പോലെ തന്നെ ചെയ്തേക്കുന്നത്. ബാക്കിലോട്ട് വന്നപ്പോഴത്തേക്ക് റെഡിൻ്റെ അകത്ത് കുറച്ച് ബ്ലാക്കിൻ്റെ എമൗണ്ട് കൂട്ടിയിട്ടാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു എഫക്റ്റാണ് കാണും. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു പെൻ സ്റ്റാൻഡാണ് നമ്മൾ അടിപൊളിയാക്കി എടുത്തേക്കുന്നത്. ഇതുപോലത്തെ പുതിയ ഐഡിയാസ് ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.